അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇബ്രാഹിം കാരക്കാട്. 122 ഇശലുകളിൽ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്ന ഒരു കൃതി നസറുദ്ദീൻ മണ്ണാർക്കാട് എഴുതിയ ഈ കൃതി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഷാജിഖ്, കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പം ടിപ്പു സുൽത്താൻ കിസ്സപ്പാട്ട് എന്നുള്ള കൃതി ഇതിനെ ആധികാരികമായി പറയുന്നെങ്കിൽ ഒരു ചരിത്രത്തിനെ അടയാളപ്പെടുത്തി വെക്കുന്നതോടുകൂടി തന്നെ ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയും കൂടിയാണ്. കാരണം ഖണ്ഡകാവ്യങ്ങൾ, അതായത് സെബീന പാട്ടുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേവലം ഒരു 19 പാട്ടിന്റെ സമാഹരണമല്ല, മറിച്ച് ഒരു ചരിത്രത്തെ പിന്തുടർന്നുകൊണ്ട് പരമ്പരാഗതമായ ശൈലിയിൽ തന്നെ എല്ലാ പ്രാസദീഷ്ടകളും പാലിച്ചുകൊണ്ട് ആ ചരിത്രത്തെ പല പാട്ടിലൂടെ പാടിപ്പറഞ്ഞ് പൂർത്തിയാക്കുന്ന ഒരു രീതിയാണ് മോയിൻകുട്ടി വൈദ്യരെ പോലെ, അതുപോലെ തന്നെ കാഞ്ഞിരാലയത്തിനെ പോലെ പഴയകാല കിസ്സപ്പാട്ട് രചയിതാക്കളെ പോലെ തന്നെയാണ് പ്രിയപ്പെട്ട നസറുദ്ദീൻ മണ്ണാർക്കാട് 122 ഈശലിൽ ഈ ചരിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ ടിപ്പു സുൽത്താന്റെ 5 or 6 തലമുറയെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഏതാണ്ട് 3.5 വർഷക്കാലം കൊണ്ട് 12ഓളം പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഞാൻ എഴുതിയ ഒരു മാപ്പിളപ്പാട്ട് കൃതിയാണ് ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. മാപ്പിളപ്പാട്ടിൽ ഇതിനു മുൻപ് ടിപ്പുവിനെ കുറിച്ച് ഒരു പ്രകീർത്തന ഗാനം മാത്രമാണ് വന്നിട്ടുള്ളത്. നേരത്തെ ആദ്യമായിട്ടാണ് ഒരു കിസ്സപ്പാട്ട് രൂപത്തിൽ ഒരു ഖണ്ഡകാവ്യം എഴുതുന്നത്. നിങ്ങളുടെ എവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദി പെരിയോന്റെ തിരുനാമം മൊളിന്ത് ഞാൻ ഓതി തുടങ്ങട്ടെയാ അല്ലാ. ആലം അടങ്കലും അജബുകൾ അമൈത്തോനെ എല്ലാ തുതികളും നിനക്കല്ല. വേദപ്പൊരുളുകൾ സകലതും വിരുത്തിയ വേദാംബർ തിരുനബിയുള്ള. വാദി ബദറിലെ പടക്കളം ജയിത്തോര് വദന തെളിവൊളി സഫിയുള്ള. ആദി പെരിയോന്റെ തിരുനാമം ഒളിന്ത് ഞാൻ ഓതി തുടങ്ങട്ടെയാ അല്ലാ. അലം അടങ്കലും അജബുകൾ അമൈത്തോനെ എല്ലാ തുതികളും നിനക്കല്ല.